ഓക്കെ ഗൈസ്, നമ്മൾ MJXൻ്റെ ഹൈപ്പർ ഗോ ട്രഗ്ഗി ആയിട്ട് ഇറങ്ങിയേക്കാണ്. ഞാനല്ല ഷോർട്സിൽ കാണിച്ച സംഭവമാണിത്. ഇത് നമ്മളിപ്പോൾ ഒരു സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാനിത് ഓടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ സ്പീഡ് നോർമലി ഉള്ള സ്ഥലത്തൊന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര സ്പീഡാണ്. കടലൊക്കെ ചെന്ന് കയറും. കാരണം ഇതിൻ്റെ ഈ പാർട്സ് എല്ലാം മെറ്റലാണെങ്കിലും ഇതൊക്കെ ഒടിഞ്ഞ് പറഞ്ഞങ്ങ് പോകും. ഒറ്റ ഇടി ഇടിച്ചാൽ മതി. അതാണല്ലേ, വീലൊക്കെ പക്കയാണ്. വീൽ കീറിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഇത് ഇങ്ങനെ അടച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറും, അതൊരു ഇഷ്യൂ ആണ്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെള്ളമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സീനൊന്നുമില്ല, സംഭവം സെറ്റാണ്. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ പക്കയാണ്. പൂച്ചയൊക്കെ വന്ന് വീഴുന്നതൊക്കെയാണ് ഐറ്റം വീഴുന്ന. ഒരു സംഭവങ്ങളും ഇല്ല, പ്രശ്നങ്ങളും ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഇത് 2S ബാറ്ററിയാണ് ഇരിക്കുന്ന. 3S ബാറ്ററി കണക്ട് ചെയ്താൽ ഭയങ്കര സ്പീഡായിരിക്കും. ഇതിപ്പോൾ നിലവിൽ 70 km/h ഓടുന്നത്. നിങ്ങൾക്ക് ഓടുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര പവറാണ്. അപ്പോൾ 3S കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 km മേളിൽ സ്പീഡ് കയറും പെർ അവർ. ഭയങ്കര സ്പീഡാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഈ കാണുന്ന സംഭവം കണക്ട് ചെയ്തെങ്കിലേ ഈ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ബാറ്ററിയിലോട്ടുള്ള വയറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിവിടെ പിടിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ സ്വിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്വിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഫാനുണ്ട്, ഇതിനകത്തൊരു ഫാനുണ്ട്. ടോട്ടലി 2 ഫാൻസ് ഉണ്ട്. ഇതാണ് ബോഡി വെച്ചിട്ട് കവർ ചെയ്യണം ഗൈസ്. ബോഡിയൊക്കെ മൊത്തം കുളമായിരിക്കുകയാണ് ഗൈസ്, ഓടിച്ച്. ഇതാണ് ഇതിൻ്റെ പിന്ന്. ഇത് വെച്ചിട്ടാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഹോളുണ്ട്, അത് കയറ്റിയിടണം. ഇത് ഒരു ലോക്കായിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സീനൊന്നുമില്ല. ഇനി റിമോട്ട് ഓൺ ചെയ്യണം. റിമോട്ട് ഇവിടെയാണ് ഓൺ ചെയ്യുന്നത്. 2 ടൈപ്പാണ് ഇതിൻ്റെ സ്പീഡ്. ഒന്ന് 70%, പിന്നെ ഒന്ന് 100%. അപ്പോൾ ഈ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാറിനകത്ത് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനർത്ഥം കാർ അലൈനായിട്ടുണ്ടെന്നാണ് റിമോട്ടുമായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. ഇതാണ് സ്റ്റിയറിങ്, ഇതാണ് ആക്സിലേറ്റർ, ത്രോട്ടിലാണിത്. ഇത് ബാക്കിലേക്ക് വലിക്കുമ്പോൾ ഫോർവേഡ് പോകും, നേരെ മേളിലേക്ക് ആകുമ്പോൾ ബ്രേക്ക് വീഴും ആദ്യം. അതിന് ശേഷമേ ബാക്ക്വേഡ് പോകത്തുള്ളൂ. ഓക്കെ, വണ്ടി താഴെ ഇടുകയാണ് ഗൈസ്. ഇപ്പോൾ ഇത് 70% കിടക്കുന്നത് സ്പീഡ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഐറ്റം. ഇത് 70% എൻ്റെ സ്പീഡെന്ന് പറയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ 70% സ്പീഡ്. ഇനി 100 ഇടാം നമുക്ക്. 100 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡാണ് ഗൈസ്. പിന്നെ സാധനം കൈ കണ്ടില്ലേ, പറക്കണം. ഇതൊന്നും ആരുമില്ല ഗൈസ്. അല്ലേ, നമ്മളെ പ്രാന്തം വരാമെന്ന് പറഞ്ഞാൽ ആരും നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇതൊരു ടോയ് ഗ്രേഡ് കാറല്ല, ഇതൊരു ഹോബി ഗ്രേഡ് കാറാണ്. പിള്ളേർക്ക് ഇത് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. ഇത് വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇതിൻ്റെ ബോക്സിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് 14 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. വണ്ടി തകർക്കാണ് ഗൈസ്.
എനിക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര സ്പീഡാണ് സാധനം. ഗ്യാവിട്ടൊന്ന് കറക്കാൻ നീ അത്. പോളപ്പ ഐറ്റം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 22,000 രൂപയാണ്. ഓഫറിൽ കിട്ടും. ഇത് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറയാം എത്ര രൂപയാവുന്നൊക്കെ. മാരകമാണ്, മാരകം. ഇതാണ് ഗൈസ്. ബ്രേക്ക് പിടിക്കുന്നതൊക്കെ പക്ക ഒറിജിനാലിറ്റിയാണ്. ഇപ്പം നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മുടെ വണ്ടി ചരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആണല്ലേ, ഇങ്ങടുത്ത് നേരെ ഇടാം ഗൈസ്. നമുക്കിപ്പോൾ ചെറിയൊരു സ്റ്റണ്ട് ചെയ്യാം ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന വണ്ടിയെ ഈ ഒരു ടോപ്പിൽ നിന്ന് എടുത്ത് താഴേക്ക് അടിക്കാൻ പോകും. ടോപ്പിൽ നിന്ന് എടുത്ത് താഴോട്ട് അടിയിട്ട് വണ്ടി ഓടണം. നമുക്കിപ്പോൾ കാണാം, നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൽ നിന്നാണ് ഇതെടുത്ത് താഴേക്ക് ആടേണ്ട. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഗൈസ്, ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയോ, ഏറ്റവും സാറ്. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ്ലി ലാൻഡ്. വരുന്നു ഗൈസ് ഐറ്റം. കണ്ടില്ലേ, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പകുതിയോളം ഉണ്ട് ഇത്. എന്നിട്ടും അതിന് വേറെ യാതൊരു വിധത്തിലുള്ള സീനും ഇല്ല ഗൈസ്. മറ്റേ കാറിന് മുന്നേ നമുക്ക് പോകാം ഗൈസ്. പറക്കട്ട് ഗൈസ് വണ്ടി. ഗൈസ് നമ്മുടെ വണ്ടി സീനായിരിക്കുകയാണ്. എന്നുവെച്ചാൽ എൻ്റെ ചാർജൊക്കെ തീർന്നു. ഞാൻ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. മൊത്തം ചെളിയും പൊടിയൊക്കെ ആയിരിക്കും. ഇല്ലടാ, അതിൻ്റെ ചാർജ് കഴിഞ്ഞു. ഇനി പാടായിരിക്കും ഓടാൻ. ഓഫേ, ആ ചാർജ് കഴിഞ്ഞു. താണ്ടല്ലേ, ഈ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഫാനാണ്. നല്ല രീതിയിൽ പൊടി കയറിയിട്ടുണ്ട് ഗൈസ്. ബാറ്ററിക്കകത്ത് കല്ലൊക്കെ ഇരിക്കും, നിങ്ങൾ കണ്ടോ. അതിൻ്റെ സീനാണ്. ഇപ്പോൾ തിക്കുളമായി നമ്മൾ ഓഫ് ചെയ്യാം. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിരിക്കുകയാണ്. ബാറ്ററിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്ന് തൂത്ത് കളയണം. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ റാഷ് ഡ്രൈവിങ്ങിനുള്ളൊരു വണ്ടിയാണിത്. പൂച്ചയൊക്കെ വന്ന് വീഴുന്ന കണക്കാ സംഭവം അല്ലേ. വണ്ടി തട്ടിയതോ പിടിച്ചതോ നമ്മൾ അറിയത്തേ ഇല്ല. എല്ലാം ഓയിൽ സസ്പെൻഷനാണ്. നമ്മളൊരു യഥാർത്ഥ വണ്ടി പോലെ തന്നെ അല്ലേ. ഇതൊക്കെ അവിടെ ചെന്ന് ഇടിച്ചേക്കാം കേട്ടോ, സീനൊന്നുമില്ല. മറ്റേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഈ സ്പോയിലർ ആയാലും ഈ വീലി ബാർ ആയാലും എല്ലാം മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബണ്ടിൽ ഐറ്റം വരുന്നുണ്ട്. അതായത് ഇതെല്ലാ സാധനങ്ങളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നും വരാതില്ല. ഒട്ടുമിക്ക എല്ലാ പാർട്സും ഈ വണ്ടിയുടെ കൂടെ തന്നെ വരുന്നുണ്ട്. വീലായാലും സാൻഡ് വീലൊക്കെ ഉണ്ട്, മണലിൽ ഓടിക്കാനുള്ള. പെർഫെക്റ്റ് ഐറ്റമാണ്. അതാണ് എൻ്റെ ബോഡി. ഇതാണൊക്കെ ഒരു ബോഡി കൂടെ ഉണ്ട് ഇതിന്. ഓക്കെ ഗൈസ്, റിമോട്ടിൽ ബാറ്ററിയൊക്കെ പെർഫെക്റ്റാണ്. റിമോട്ട് ചാർജബിൾ ബാറ്ററി അല്ല, റിമോട്ട് അല്ലാതുള്ള ബാറ്ററിയാണ് ഇടുന്നത്. ചാർജ് ചെയ്യുന്ന ബാറ്ററി അല്ല ഇടുന്നത്. ആണല്ലേ, ഡിവറാസിൻ്റെ 2 ബാറ്ററി ഇട്ടേക്കുന്നത്. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഇത് ഡിസ്കണക്ട് ചെയ്യണം. ഡിസ്കണക്ട് പിന്നെ ചെയ്യാൻ ഗൈസ്, ഒരു ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ.